ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വർക്ക്ഷീറ്റിലെ EVSനെ കുറിച്ച് പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ പ്രവർത്തനങ്ങൾ ഏതാണെന്നും അവയുടെ ഉത്തരങ്ങൾ ഏതാണെന്നും നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രവർത്തനം. ഇവിടെ നമുക്ക് കുറച്ച് പക്ഷികളൊക്കെ കാണാമല്ലേ? ഇവിടെ എത്ര പക്ഷികളുണ്ട്? 10 പക്ഷികളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരുവിധം പക്ഷികളെല്ലാം ഇതിൽ തന്നെയുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുപാടും ധാരാളം പക്ഷികളുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി നാം പക്ഷികളെ വളർത്താറുമുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വിരുന്ന് വരുന്ന ദേശാടന പക്ഷികളുമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പക്ഷികൾ ഏതെല്ലാം? പേരെഴുതൂ. അത് വളരെ എളുപ്പമാണല്ലേ? നമുക്ക് കുറേ പക്ഷികളെ അറിയാമല്ലേ? അപ്പോൾ അതിൽ ഈ സ്ഥലത്ത് നിറക്കാൻ പറ്റുന്ന അത്രയും പക്ഷികളെ നമുക്കവിടെ എഴുതാം. ചിലപ്പോൾ ഈ സ്ഥലമൊന്നും പോരാ, ഇനി കുറേ സ്ഥലം വേണ്ടി വരുമല്ലേ? സാരമില്ല, ഇതിൽ കൊള്ളുന്ന അത്ര പക്ഷികളുടെ പേരുകൾ എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമതായി ഈ പ്രവർത്തനത്തിൽ ചെയ്യേണ്ടത്. ഇതെന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കള്ളിയിൽ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്നോ? മനുഷ്യൻ ആഹാരത്തിനായി വളർത്തുന്ന പക്ഷികളെ പേരുകൾ എഴുതണം. അത് നമുക്ക് അറിയാമല്ലേ? ഇന്ന് രണ്ടാമത്തെ കള്ളിയിൽ അലങ്കാരത്തിനായി വളർത്തുന്ന പക്ഷികളാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളും നമ്മൾ നമ്മുടെ പക്ഷികളുടെ പാഠത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഓർമ്മയില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഈ 2 പ്രവർത്തനങ്ങളുടെയും ഉത്തരം ആദ്യം നോക്കാം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലായതുകൊണ്ട് ഇംഗ്ലീഷിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് ഹെൻ, കോഴി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലും ഉള്ള ഒരു പക്ഷിയാണ് കോഴി. അടുത്തത് ഡക്ക്, താറാവ്. അത് നമ്മളിൽ ചിലരുടെ എല്ലാം വീട്ടിൽ ഉണ്ടാകും. ഇനി മൂന്നാമത്തേത് ഈഗിളാണ്. ഈഗിൾ എന്ന് പറഞ്ഞാൽ പരുന്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നാലാമത്തേത് പാരറ്റ്, തത്ത. ഇനി അഞ്ചാമത്തേത് ക്രോ. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൻ്റെ എല്ലാം ചുറ്റുപാടും വീടിൻ്റെ മുകളിലും എല്ലാ സ്ഥലത്തും നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് തന്നെ കാണാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് ക്രോ, കാക്ക. അടുത്തത് കിവി. ഇനി ഏഴാമത്തേത് പെൻഗ്വിൻ. എട്ടാമത്തേത് ഓസ്ട്രിച്ച്. അടുത്തത് കുവൈൻ. കുവൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? കാടയാണ്. നമ്മൾ കാടമുട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ ചിലരൊക്കെ അത് തിന്നിട്ടുണ്ടാകുമല്ലേ? ആ കാടമുട്ട തരുന്ന പക്ഷിയാണ് കാട. അടുത്തത് ഡവ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ വളർത്തുന്നുണ്ടാകും. നമ്മൾ ചിലരുടെ എല്ലാം വീട്ടിലൊക്കെ പ്രാവ്. ഇനി ഈ പക്ഷികൾ മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇനി കുറേ പക്ഷികളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് കണ്ടുപിടിച്ച് ഇനിയും കുറേ പക്ഷികളെ ഇതിൽ ചേർക്കാം. ഇനി അടുത്തത് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി വളർത്തുന്ന പക്ഷികളെയും പിന്നെ അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്ന പക്ഷികളെയും എഴുതാനാണ്. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വളർത്തുന്ന പക്ഷികൾ ഏതെല്ലാമാണെന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് 3 മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഇനിയും പക്ഷികളൊക്കെ ഉണ്ടാകും. സാധാരണയായി നമ്മളുടെ എല്ലാം വീടുകളിലൊക്കെ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുള്ള പക്ഷികൾ ഇതാണ്: ഹെൻ, ഡക്ക്, കോഴി. അതായത് കോഴി, താറാവ്, പിന്നെ കാട. ഇനി അടുത്തത് അലങ്കാരത്തിന് വേണ്ടി 3 പക്ഷികൾ തന്നെയാണ് നമ്മൾ സാധാരണയായി വെക്കാറുള്ളത്. ഏതെല്ലാമാണ്? 1 ലവ് ബേർഡ്സ്, 2 ഡവ്, പ്രാവ്, പിന്നെ 3 പാരറ്റ്, തത്ത. ഇനി നമ്മുടെ ഈ പ്രവർത്തനത്തിൽ തന്നെ 3ാമതായി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രദേശത്തൊക്കെ വിരുന്ന് വരുന്ന പക്ഷികളെ എഴുതാനാണ്. അതായത് നമ്മുടെ പ്രദേശത്തേക്ക് ദേശാടനം ചെയ്തു വരുന്ന ദേശാടന പക്ഷികളുടെ പേരുകൾ എഴുതാൻ. അത് നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ ഞാൻ എഴുതിയത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ അതിനു മുമ്പ് ഇവിടെ താഴെയായി ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. അതാരാണ്? ഡോക്ടർ സാലിം അലി. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ പക്ഷി നിരീക്ഷണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ള 6 പക്ഷികൾ. 1 ബ്രൗൺ ബ്രീസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ, 2 ഫോറസ്റ്റ് വാഗ്ടൈൽ, 3 ഗോൾഡൻ ഓറിയോൾ, 4 ഇന്ത്യൻ പിറ്റ, 5 പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, അവസാനത്തേത് അഥവാ 6ാമത്തേത് ബ്ലാക്ക് നേപ്പിഡ് ഓറിയോൾ. ഇനി നമ്മുടെ 2ാമത്തെ പ്രവർത്തനം ഇതാണ്. ഇവിടെ മുകളിലായി കളികൾ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ?
എന്നിട്ട് അതിന് താഴെ നമ്മൾ പണ്ട് കളിച്ചിരുന്ന കളികളെ കൊടുത്തിട്ടുണ്ട്, കളികളുടെ പേരുകൾ. ഇവിടെ 13 കളികളുണ്ട്. ഏതെല്ലാമാണ് കളികൾ? 1 കസേരക്കളി, 2 കള്ളനും പോലീസും, 3 കുട്ടിയും കോലും, 4-മത്തേതോ കുളംകര, അടുത്തത് തലപ്പന്ത് കളി, 6-മത്തേത് തൊട്ടുകളി, 7-മത്തേത് ഗോളികളി, ഇനി 8-മത്തേത് സുന്ദരിക്ക് പൊട്ടുകുത്തൽ, 9-മത്തേത് അരിയും പുലിയും കളി, 10-മത്തേത് ഒളിച്ചുകളി, 11-മത്തേത് കിളിത്തട്ട്, 12-മത്തേത് തായം കളി, അവസാനത്തേത് കുഴിപ്പന്ത് കളി. അപ്പോൾ ഇത്രയും കളികളാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണയായി കളിക്കാറുള്ളതെല്ലാം ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയുള്ള കളികളാണല്ലേ. എന്നാൽ പണ്ടത്തെ ആളുകളൊക്കെ ഇത്തരം കളികളായിരുന്നു കളിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോഴും ചിലരൊക്കെ ഇത് കളിക്കാറുണ്ട് കേട്ടോ. താഴെയായി എഴുതിയിട്ടുണ്ടല്ലോ ഏത് കളിയെക്കുറിച്ച്? കുഴിപ്പന്ത് കളിയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ഒരു പക്ഷി പറയുന്നുണ്ട്. എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? അത് തന്നെ ഫോക്ക് ഗെയിംസ് അഥവാ നാടൻ കളികളെ കുറിച്ചാണ് പറയുന്നത്. ആ നാടൻ കളികൾ എന്താണെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ഇതാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ സ്ഥലത്ത് നമ്മൾ അവിടെ കണ്ടിട്ടുള്ള നാടൻ കളികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാടൻ കളിയെക്കുറിച്ചോ എന്തെഴുതണം? ഒരു കുറിപ്പ് എഴുതണം. ആ കുറിപ്പിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. കളിക്കുന്ന വിധം, കളി നിയമങ്ങൾ തുടങ്ങിയവ ആണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള ഒരു കളിയെക്കുറിച്ചുള്ള കുറിപ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് കുളംകര അഥവാ ഇൻ ദ പോണ്ട് ഓൺ ദ ബാങ്ക് എന്ന കളിയെക്കുറിച്ചുള്ള കുറിപ്പാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. This game is usually played in the yard. A circle in the yard is drawn with a stick or stone. Draw a circle that is large enough to hold the number of people in the game. Now the mode of play. There will be someone to control the game. The players will be on the land when the game starts. The land is the outside of the circle. Players must jump inside the circle when the controller says pond and outside the circle when they say land. When the controller says fast, they must jump with it. If the player make any mistake, he will be out. The controller can repeat the words pond and land as many times as he wants. With the advent of cricket and football, more children are no longer playing this game. Yet some of the children who live in the villages still play it. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം ഇതാണ്. മാനത്തേക്ക് എന്നുള്ള നമ്മുടെ EVSലെ പാഠമില്ലേ, അതിൽ നിന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇത്. ഇവിടെ കറുത്ത വാവ് അതുപോലെ തന്നെ വെളുത്ത വാവ്, ന്യൂ മൂൺ ഡേ, ഫുൾ മൂൺ ഡേ എന്നീ 2 ദിവസങ്ങളെ കുറിച്ചും എഴുതിയിട്ടുണ്ടല്ലേ തുടക്കത്തിൽ തന്നെ. പിന്നെ താഴെയായി എന്ത് ചിത്രമാണുള്ളത്? ആദ്യം ചന്ദ്രൻ, പിന്നെ സൂര്യൻ, പിന്നെ ഭൂമി. ഇങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് വരച്ചിട്ടുള്ളത്. ഇനി നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്നോ, ഇവിടെ ആദ്യത്തെ കളിയിൽ വലതുഭാഗത്തായി ഫുൾ മൂൺ ഡേ അഥവാ വെളുത്ത വാവ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ സൂര്യനെയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയെയും ചന്ദ്രനെയും നമ്മൾ ഫുൾ മൂൺ ഡേ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാവും ഉണ്ടാവുക ആ രീതിയിൽ ആദ്യത്തെ കളിയിൽ വരക്കണം. പിന്നെ ന്യൂ മൂൺ ഡേ കറുത്ത വാവ്, അവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കറുത്ത വാവ് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക ആ രീതിയിൽ നമ്മൾ ആ ചന്ദ്രനെയും ഭൂമിയെയും പിന്നെ സൂര്യനെയും വരക്കണം. പിന്നെ താഴെയായി ബ്ലൂ മൂൺ, സൂപ്പർ മൂൺ എന്നീ മൂണുകളെ കുറിച്ചുള്ള വിവരം കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചിട്ടുള്ളതിൻ്റെ ചിത്രം. ആദ്യത്തേത് ഫുൾ മൂൺ ഡേ ആയിരുന്നു. ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ വെളുത്ത വാവ്. അത് ഏത് രീതിയിലായിരിക്കും വരിക എന്നോ, ആദ്യം സൂര്യൻ, പിന്നീട് ഭൂമി, പിന്നീട് ചന്ദ്രൻ എന്ന രീതിയിലായിരിക്കും വരിക. പിന്നെ കറുത്ത വാവ് ഏത് രീതിയിലായിരിക്കുമെന്നോ, ആദ്യം സൂര്യൻ, പിന്നെ ചന്ദ്രൻ,
പിന്നെ ഭൂമി എന്ന രീതിയിലായിരിക്കും വരിക. ഇനി നമ്മുടെ നാലാമത്തെ പ്രവർത്തനം ഇതാണ്, അവസ്ഥ മാറ്റം. പദാർത്ഥങ്ങളുടെ അവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് അമ്മ പറയുന്നത് കേൾക്കൂ. ഇവിടെ അമ്മ എന്താണ് പറയുന്നതെന്നോ, ഞാൻ ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കി, അത് വെള്ളമായി. വെള്ളത്തെ വീണ്ടും ചൂടാക്കി, അത് നീരാവിയായി. നീരാവിയെ ഞാൻ തണുപ്പിച്ചു, അത് വെള്ളമായി. വെള്ളത്തെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു, അത് പഴയതുപോലെ ഐസായി. അപ്പോൾ ഇതാണ് അവൾ പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം. ഇത് അവൾ ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞു തന്നില്ല, ആ പ്രവർത്തനമാണിത്. അവൾ ആദ്യം ഐസ് ചൂടാക്കുന്നു, പിന്നെ വെള്ളമായി. പിന്നെ വെള്ളത്തിന് അവൾ എന്തോ ചെയ്യുന്നു അല്ലേ, അത് നമ്മൾ അവിടെ എഴുതണം. എന്നിട്ട് എന്തായി മാറുന്നു എന്ന് നമ്മളവിടെ എഴുതണം. പിന്നെ അടുത്തത് എന്തിനെ തണുപ്പിക്കുന്നു, എന്ത് സാധനത്തിനെയാണ് നമ്മൾ തണുപ്പിക്കുന്നത് എന്ന് ആദ്യത്തെ കള്ളിയിൽ എഴുതണം. എന്നിട്ട് എന്തായി മാറുന്നു എന്ന് ആ തണുപ്പിക്കുന്നു എന്നതിൻ്റെ വലതുഭാഗത്തുള്ള കള്ളിയിൽ എഴുതണം. പിന്നെ അടുത്തതായി എന്തോ ഒരു സാധനത്തിന് എന്തോ ചെയ്താൽ ഐസായി മാറുന്നു, അത് നമ്മൾ അവിടെ എഴുതണം. ഈ പ്രവർത്തനം വളരെ പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. കാരണം എന്താ, അമ്മു തന്നെ ഈ പ്രവർത്തനം എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നോക്കി എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാനിതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ടുള്ളത്. ആദ്യം ഐസ് ഹീറ്റ് ചെയ്തു, ചൂടാക്കിയപ്പോൾ എന്തായി മാറി, വാട്ടർ, വെള്ളമായി മാറി. പിന്നെ വെള്ളത്തിനെ നമ്മൾ എന്തോ ചെയ്യുമ്പോൾ എന്തോ ആയി മാറുമല്ലേ. വെള്ളത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നോ, അതിൽ അവൾ പറയുന്നത് ഹീറ്റ്, വെള്ളത്തിനെ അവൾ ചൂടാക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹീറ്റിംഗ്, ചൂടാക്കുന്നു എന്നായിരുന്നു. പിന്നെ എന്തായി മാറുന്നു, വേപ്പർ, നീരാവിയായി മാറും, അതാണ് അവൾ പറഞ്ഞിരുന്നത്. പിന്നെ വേപ്പറിനെ നമ്മൾ കൂൾ ചെയ്യണം, തണുപ്പിക്കണം, അപ്പോൾ വാട്ടർ, വെള്ളമായി മാറും. പിന്നെ നമ്മൾ വെള്ളത്തിനെ കൂളിംഗ് ചെയ്യണം, വെള്ളത്തിനെയും തണുപ്പിക്കണം. അതിനു വേണ്ടി അവൾ എന്താണ് ചെയ്തത്, ഫ്രിഡ്ജിനുള്ളിൽ വെച്ചു അല്ലേ, ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് തണുപ്പിച്ചു. അപ്പോൾ എന്തായിട്ടായിരിക്കും മാറിയിരുന്നത്, ഐസായിട്ടായിരിക്കും മാറിയിരിക്കുക. അതിവിടെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം, വായുവിൻ്റെ വിശേഷങ്ങൾ. വായുവിനെ കുറിച്ചുള്ള രാജുവിൻ്റെ കണ്ടെത്തലുകൾ വായിക്കൂ. ഇവിടെ രാജു വായുവിനെ കുറിച്ച് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ആക്കി എഴുതിയിട്ടുണ്ട്. 4 കാര്യങ്ങളാണ്. വായുവിന് ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, നിശ്ചിത ആകൃതിയില്ല, നമുക്ക് ചുറ്റും വായുവുണ്ട് എന്നൊക്കെ ആണ് അവൻ കണ്ടെത്തിയിട്ടുള്ളത്. രാജുവും അതുപോലെ തന്നെ നീനയും ഫണൽ ഉപയോഗിച്ച് ഒരേ വലുപ്പമുള്ള കുപ്പികളിൽ വെള്ളം നിറയ്ക്കുകയാണ്. അതിൻ്റെ ചിത്രം ഇവിടെ നമുക്ക് കാണാമല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഹൂസ് ബോട്ടിൽ ഫിൽസ് ഫസ്റ്റ്, ആരുടെ കുപ്പിയായിരിക്കും ആദ്യം നിറയുക, എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം രാജുവിൻ്റെ കുപ്പിയായിരിക്കും ആദ്യം നിറയുക. കാരണം എന്താണെന്നോ, the funnel was raised so that air could easily get out, the water could easily get into the bottle. അതായത് അവൻ ഫണൽ കുറച്ച് മുകളിലേക്കായിട്ടായിരുന്നു വെച്ചിരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവും, വായുവിന് എളുപ്പത്തിൽ പുറത്തേക്ക് കടക്കാൻ കഴിയുകയും അതേ വേഗത്തിൽ തന്നെ വെള്ളത്തിന് അകത്തേക്ക് കടക്കാനും കഴിയുന്നു. നേരെ മറിച്ച് നീനയുടെ നോക്കൂ, അവളുടെ ഫണൽ ആ കുപ്പിയുടെ താഴോട്ടാണ് വെച്ചിട്ടുള്ളത്, കുപ്പിയുടെ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ വായുവിന് പോകാൻ ചെറിയ പ്രയാസമുണ്ടാകും. അപ്പോൾ സാവകാശം പോകുമ്പോൾ അതേ സാവകാശത്തിൽ തന്നെ വെള്ളവും അകത്തേക്ക് പോകും. അപ്പോൾ ഉത്തരം എന്താണ്, രാജു. അപ്പോൾ ഇതാണ് നമ്മളോട് ഈ പ്രവർത്തനത്തിൽ ചോദിച്ചിരുന്ന രണ്ടാമത്തെ ചോദ്യം. അതെന്തായിരുന്നു എന്നോ, നമ്മളോട് ആ രാജുവും നീനയും ചെയ്തിട്ടുള്ള ആ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കാനാണ്. എന്നിട്ട് എന്തൊക്കെ ആണ് ആവശ്യമായ സാധനങ്ങളെന്ന് അവിടെ എഴുതിയിട്ടുള്ളതിൻ്റെ നേരെ എഴുതണം. പിന്നെ പരീക്ഷണം ചെയ്യുന്ന വിധം അതതിൻ്റെ താഴെയും, പിന്നെ കണ്ടെത്തലുകൾ അതെന്താണെന്നും അതിന് താഴെ നമ്മൾ എഴുതണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ പരീക്ഷണം ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യും. ഈ പരീക്ഷണത്തിൽ രാജുവും നീനയും ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളും എനിക്കതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങളും എന്നതെല്ലാമാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്.
അപ്പോൾ പരീക്ഷണം ഇനി നിങ്ങൾ അതിൻ്റെ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്തോളൂ. ഞാനും ചെയ്യും. അപ്പോൾ ആദ്യം മെറ്റീരിയൽസ് നീഡിറ്റ്, ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നാണ്. ഏതൊക്കെയാണ് വേണ്ടത്? പ്രധാനമായി ആദ്യമായി വെള്ളം വേണം. പിന്നെയോ 2 കുപ്പികൾ വേണം. പിന്നെ ഫണൽ അതും വേണം. ഇനി എന്താണ് മെത്തേഡ് എന്നാണ് രണ്ടാമതായി എഴുതേണ്ടത്. അതിൽ 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ഫില്ലിംഗ് വാട്ടർ ഇൻ ബോട്ടിൽ, രണ്ടാമത്തേത് യൂസിങ് ഫണൽ. ഇനി എൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ ദ എയർ നീഡ്സ് സ്പേസ് ടു ബി ലൊക്കേറ്റഡ്, അതായത് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നാണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അതുതന്നെയല്ലേ? ആണ്. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം പദാർത്ഥങ്ങൾ എന്ന പ്രവർത്തനമാണ്. രമ്യ വസ്തുക്കളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഇവിടെ ആദ്യത്തെ കളിയിൽ വസ്തുക്കളാണ്. ഓരോ വസ്തുക്കളും അതിൻ്റെ പൊതു സ്വഭാവങ്ങൾ 3 ഏതെല്ലാമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കല്ലായി കാറ്റായി എന്ന പാഠത്തിൽ. ഏതെല്ലാമാണ്? ഭാരം, ആകൃതി, സ്ഥിതി ചെയ്യാൻ സ്ഥലം എന്നിവയെല്ലാമാണ് 3 പൊതു സ്വഭാവങ്ങൾ. പിന്നെ അവസാനത്തെ കളിയിൽ അതിൻ്റെ അവസ്ഥ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വസ്തു ഏതാണ്? വെള്ളം. അതിന് ഭാരം ഉണ്ടോ? ഉണ്ട്. ആകൃതി ഇല്ല. സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആവശ്യമാണ്. പിന്നെ അതിൻ്റെ അവസ്ഥ ഏതാണ്? വെള്ളം ലിക്വിഡായിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്തായിരിക്കും? ദ്രാവകം. അടുത്തത് പുക. പുകയ്ക്ക് ഭാരമുണ്ടോ? ഉണ്ടാകും. കാരണം വായുവിന് ഭാരമുണ്ടാകും. വായു വാതകത്തിൽ പെടുന്ന ഒരു സാധനമാണല്ലേ വായു. അപ്പോൾ വാതകത്തിൽ തന്നെ പെടുന്ന ഒന്നാണല്ലോ പുക. അപ്പോൾ എന്തായിരിക്കും? ഭാരമുണ്ടാകും. പിന്നെ ആകൃതിയോ? ഇല്ല. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? വേണമല്ലേ? നമ്മൾ നേരത്തെ കണ്ട പരീക്ഷണത്തിൽ നമ്മൾ കണ്ടുപിടിച്ചതായിരുന്നു. ഇനി മൂന്നാമത്തേത് കല്ലാണ്. കല്ലൊരു ഖരവസ്തുവാണല്ലേ. അപ്പോൾ അതിന് ഭാരവും ആകൃതിയും അതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ആവശ്യമാണ്. ഈ 3 കാര്യങ്ങളും അതിനുണ്ടാകും. അടുത്തത് നീരാവി. അതിന് ഭാരമുണ്ടോ? ഉണ്ട്. ആകൃതിയോ? ഇല്ല. സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആവശ്യമാണോ? വേണം. ഇത് ഏത് അവസ്ഥയിൽപ്പെടുന്നതാണ്? വാതകം. ഇനി അടുത്തത് മണ്ണെണ്ണ. മണ്ണെണ്ണയ്ക്ക് ഭാരമുണ്ടോ? ഉണ്ടാകും. അതുപോലെ തന്നെ ആകൃതിയോ? ഇല്ല. പിന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വേണോ? വേണം. ഇത് ഏതവസ്ഥയിൽപ്പെടുന്നു? ദ്രാവകം. അടുത്തത് പാലാണ്. പാലും ദ്രാവകത്തിൽപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിന് ഭാരമുണ്ടാകും. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ആകൃതി ഇല്ല. പിന്നെ ഇഷ്ടികയാണ്. ഇഷ്ടിക ഒരു ഖരവസ്തു ആയതിനാൽ അതിന് 3 പൊതു സ്വഭാവങ്ങളും ഉണ്ടാകും. അടുത്തത് പേന, അവസാനത്തേത്. അതും ഒരു ഖരവസ്തു തന്നെയാണ്. അപ്പോൾ അതിനും 3 അവസ്ഥകളും ഉണ്ടാകും. ഇതെല്ലാമാണ് നമ്മളോട് ഈ നേരത്തെ കണ്ട പട്ടികയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഏതെല്ലാം? ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഏതെല്ലാം? അതുപോലെ തന്നെ ദ്രാവകാവസ്ഥയിലുള്ള മറ്റെന്തെല്ലാം പദാർത്ഥങ്ങൾ നിങ്ങൾക്കറിയാം? എന്നീ 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഏതെല്ലാമാണെന്ന്. അപ്പോൾ അതിലൊന്നാമത്തേത് ഇറ്റ് ഹാസ് വെയിറ്റ്, അതിന് ഭാരമുണ്ട്. രണ്ടാമത്തേതോ ഇറ്റ് ഹാസ് നോ ഫിക്സഡ് ഷേപ്പ്, അതിന് നിശ്ചിത ഒരു ആകൃതിയില്ല. മൂന്നാമത്തേതോ ഇറ്റ് നീഡ്സ് പ്ലേസ് ടു ഓക്യുപ്പൈ, അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. രണ്ടാമത്തേത് വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് സോളിഡ്സ്, ഖരവസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങൾ ഏതെല്ലാം എന്നാണ്. അതിലൊന്ന് ഇറ്റ് ഹാസ് വെയിറ്റ്, 2 ഇറ്റ് ഹാസ് ഫിക്സഡ് ഷേപ്പ്, 3 ഇറ്റ് നീഡ്സ് പ്ലേസ് ടു ഓക്യുപ്പൈ, അതിന് 3 പൊതു സ്വഭാവങ്ങളും വേണമല്ലേ. ഇനി മൂന്നാമതായ രീതി നമ്മളോട് പറഞ്ഞിരുന്നത് നമുക്കറിയാവുന്ന കുറച്ചുകൂടി ദ്രാവകങ്ങളുടെ എല്ലാം പേര് എഴുതാനായിരുന്നു. അപ്പോൾ ഞാനിതിൽ 7 ദ്രാവകങ്ങളുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. 1 പെട്രോൾ, 2 ഓയിൽ, 3 മിൽക്ക് പാല്, 4 ഡീസൽ, 5 കെരോസിൻ. കെരോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണ്. 6 ബ്ലൂഡാണ്. ബ്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? നമ്മുടെ ദേഹത്തുള്ള ഒന്നാണ്. അതുതന്നെ, രക്തം. 7 പെയിൻറ്റ്. നമ്മുടെ വീടും
ബിൽഡിംഗ് ഒക്കെ പെയിൻ്റ് അടിക്കുന്ന പെയിൻറ്റ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.